നീ അറിഞ്ഞോ മറ്റേ സന്തോഷിന്റെ മോളില്ലേ ആ മൂത്ത തന്നെ അവക്ക് അവിടെ എന്തോ ചുറ്റിക്കളാണ്. പെണ്ണ് പോയിട്ട് 3-4 മാസമായിട്ട് ഇതുവരെ വീട്ടിൽ വന്ന് പോകുന്ന കണ്ടിട്ടില്ല. അത് തന്നെ ഉറപ്പാന്ന്. മറ്റേ ജലജയുടെ മോനില്ലേ അവൻ ഗൾഫിൽ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ. ഇനിയിപ്പൊ അവിടെയുള്ള വല്ല അറബീനെ കിട്ടി അങ്ങ് കൂടിയോന്നൊക്കെ ആർക്കറിയാം. വല്യേടത്തെ കൊച്ചേട്ടന്റെ മോളില് ഡിവോഴ്സ് ചെറുക്കനെ വേറെ ബന്ധമുണ്ട്. ഇത് 2ാമത്തെ കെട്ടാന്ന് കേട്ടെ. അവളറിയുന്നില്ല. ഇവളാണെങ്കിൽ ഒരു വിധത്തിൽ വിട്ടുവീഴ്ചയില്ലാത്തൊരു പേര്. ഈ കല്യാണം വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ, അത്രയും മുമ്പത്ത് നീ പെണ്ണിന് എന്ത് കണ്ടിട്ട് ഇത്ര ആലോചന വരാൻ. അന്നേ ഞാൻ പറഞ്ഞത് എന്തോ തരികിരിയൊക്കെ. അന്ന് അവർ പെണ്ണിന് കിട്ടിയ ഭാഗ്യമാന്ന് പറഞ്ഞെങ്കിൽ എന്തായി പെണ്ണ് വീട്ടിൽ വന്ന് ഇപ്പ 2 മാസം തികച്ചു നിന്നില്ല. സ്വർണ്ണം ഉരുപ്പടിയൊക്കെ തിരിച്ചു കിട്ടിയോ എന്ന് പറഞ്ഞൂടാ. മറ്റേ പാർക്കിച്ചന്റെ മോനില്ലേ ക്രിക്കറ്റ് കളിക്കണേ തന്നെ. ആ ചെറുക്കൻ മറ്റേ ഇവിടെ ബാംഗ്ലൂർ എന്തല്ലേ അവനെ കഞ്ചാവ് എഴുതി പിടിച്ചു. രമണിയാ പറഞ്ഞു നല്ലയിൽ അവനെ കണ്ടറിയാം. അവന്റെ മുടിയും താടിയും കോലം കണ്ടാലറിയാം കഞ്ചാവ. ബാംഗ്ലൂർ ഏതോ വലിയ ജയിലിലാന്നാ കേട്ടെ. ഇനി തിരിച്ച് വരുത്തൊന്നുണ്ടാവില്ല. ആ ചെറുക്കന്റെ ജീവിതം 10-22 വയസ്സേ ഉണ്ടായിരുന്നു. എന്ത് തകളിപ്പായിരുന്നു. അവനാ ബൈക്കിലേക്ക് ഇങ്ങനെ റോക്കറ്റ് വിട്ട പോലെ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു. അവന്റെ തകളിപ്പൊക്കെ തീർന്നല്ല അങ്ങോട്ട്. അന്നാമ്മ നിലത്തൊന്നും അല്ലായിരുന്നു മോന്റെ കാര്യം പറയുമ്പോൾ നിന്നോണ്ടിരുന്നു. ഇങ്ങനെ തലയെ കയറ്റി കൊണ്ടു നടന്നോ.